I'm sorry. വണ്ടി വിടൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാമെന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല. കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ വേഗ മകൾ ഉഷ MA. ഇനി ഇവളെ പരിചയപ്പെടുത്താം. സീത. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാനൊരിടം തന്നു. പിന്നെ പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചുല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ. വാ. വാതിലടിക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെയുള്ളവരെല്ലാം എനിക്കറിയാം. അവര് കാണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കണ്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അവൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങിപ്പോ. സാർ, ഈ പാതിരായ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ എവിടെ? പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി.
അവള് പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ല കേട്ടോ. അവള് പിഴയാ, പോലീസ് സേവക്കാരിയാ. പാട്ടി ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛാ വിളിച്ചോളൂ, പട്ടീന്നോ പൂച്ചയെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി കണ്ട അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ? ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവർ തച്ച് കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചുവിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് വിടും. കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതി ഉണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല, എല്ലാം വിറ്റ് നശിച്ചാലും. ആ, അതിരിക്കട്ടെ. സീത ഉടനെ ഇത്ര കാലത്തെ? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. എത്ര കാലമായിട്ട് കണ്ടിട്ട്? ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്നായിരുന്നു പഠിപ്പ് തുടങ്ങിയ കുട്ടികളെ. കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. വായിക്ക്, ഇനി ഇവൻ കൊട്ടിയാൽ ശരിയാവില്ല. വന്നിരിക്കുന്ന കൂട്ടുകാരൻ ചെല്ല്. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇത് കുസൃതിയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ സീറ്റ്? എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് റെസ്പെക്ട് തന്നില്ല. അത് ഞാൻ ക്ഷമിച്ചു. എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഏതാന്റെ കാര്യമാണ്? ഇൻസ്പെക്ടർ ബൽറാം, നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ്. ആ പൂർവകാമുകയല്ലേ, സഹിക്കുന്നുണ്ടാവില്ല. എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ആവശ്യമില്ലാത്ത വാശി അവനാണ്. ഈ കേസ് രാജിയാവാൻ അവൻ സമ്മതിച്ചില്ല. ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. കേസ് ചാർജ് ചെയ്തു. ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? പരീക്ഷാ ഹാളിൽ എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കടലാസിൽ കൈവച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലേഡ് അബദ്ധത്തിൽ കയ്യിൽ തട്ടിയതാണ്. സത്യം അതല്ല, അവൻ എന്റെ കൈ കീറി മുറിച്ചതാണ്. ആയിരിക്കാം. എന്നാൽ കോടതിയിൽ പ്രതിഭാഗം വക്കീൽ എന്ന നിലയിൽ അന്യായക്കാരിയായ നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല. പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ? രാഷ്ട്രീയക്കാരിൽ വെറും തറയിൽ അദ്ദേഹം. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്മൻസ്ലി റിച്ച്. അങ്ങേരുടെ മകനോട് തെറ്റ് ചെയ്താൽ അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാവുന്നതേ. ഞാൻ ക്ഷമിക്കില്ല. ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. യു മസ്റ്റ്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നീ എഴുതി തരണം. പ്ലീസ്, എന്നെ കമ്പലി എഴുതി ചെയ്യട്ടാ. പ്ലീസ്. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ബട്ട് യു നോ ഉഷ, ഇറ്റ് ഇസ് എ ഡ്യുവൽ ബിറ്റ്വീൻ മീ ആൻഡ് ദ ഇൻസ്പെക്ടർ ബൽറാം. നീ ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നേ പറ്റൂ. ദി ചോയ്സ് ഇസ് ലെഫ്റ്റ് യു. അകത്തുണ്ട്, വിളിക്കാം.
ആരാത്? ഇത് വേറൊരുത്തിയാ. മിസ്സിസ് ജയേന്ദ്രൻ ഇവിടെ? ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അഡ്വക്കേറ്റ് ജയേന്ദ്രന്റെ വാദം കേട്ടപ്പോ അയാളുടെ ഭാര്യ പ്രതിഭാഗം ചെയ്തിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. ഒന്നും പറയണ്ട. ഞങ്ങൾക്കിതൊരു പുതിയ അനുഭവമൊന്നുമല്ല. വെട്ടും കൊലയും നടത്തിയവർ തന്നെ അവസാനം ഒത്തുചേരും. ഇടയിൽ കഷ്ടപ്പെട്ട് കേസന്വേഷിച്ച പോലീസുകാരന്റെ വായിൽ പച്ചത്തെറിയ എന്റെ നാവിൽ വരുന്നേ. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ഗതികേടുമുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട്. അഡ്വക്കേറ്റ് ജയേന്ദ്രന്റെ ഭാര്യയ്ക്ക് ഗതികേടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ വഴിതെറ്റിച്ചതിലേ ഉള്ളൂ. പേഴ്സണൽ ലൈഫിൽ എന്നെ വഞ്ചിച്ചതിലില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. മറ്റൊരാണിന്റെ ഗർഭം ധരിച്ച് നിനക്കത് പറയാമോ? മിസ്റ്റർ ബൽറാം, ആ ആണിന്റെ ഭാര്യയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായെങ്കിൽ അതെന്റെ കുറ്റവുമല്ല. ഓ, ക്രെഡിറ്റ് ആയിരിക്കും. കുറ്റം എന്റെ തന്നെയാ. വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനിച്ചൊരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. വിദ്യയായി എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു, ഡിവൈൻ ലവ്. പകരം ഒരു ഡെവിൾ മോളസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്നെ പഴിചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ? ഹേയ്, എനിക്കെന്ത് ശുദ്ധത. ഞാൻ എന്നും കുടിക്കും, തോന്നുമ്പോഴൊക്കെ വ്യഭിചരിക്കും. എനിക്കറിയാം. ഇന്ന് എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം. കൺഫെഷൻ ആണെങ്കിൽ വേണ്ട. വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല. അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴക്കിൽ ഞാൻ മാറി നിന്നത് ഒരു പാവം ചേരാൻ പറ്റാത്തത് കൊണ്ട്. പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചവിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച്. പലരും പലതും പറഞ്ഞു കേട്ടു. ഞാൻ വിശ്വസിച്ചില്ല. ഒടുവിൽ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ. ഒരു കൊലയാളിയാണ് നിങ്ങളെന്ന് അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല. എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ ആ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. ഇറ്റ്സ് മൈ ഫെയ്ത്ത്. ഉഷേ, ഉഷേ, നീ കോളേജിൽ റിസൈൻ ചെയ്തു. ആരോട് ചോദിച്ചിട്ട് പറ? ആരോട് ചോദിച്ചിട്ടെന്ന്? ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ. എന്താ നീ കാണിച്ച ധിക്കാരി? ലക്ഷം രൂപ കൊടുത്താൽ ആ ജോലി കിട്ടും. രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ റെസ്പെക്ട് കിട്ടും. അവിടെ എനിക്ക് തല ഉയർത്തി നടക്കാൻ ഒക്കോ? അതുകൂടി ചോദിക്കൂ. കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ സംഭവം അറിയാം. സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പലിന് ഞാൻ പരാതി എഴുതി കൊടുത്തത്. അതിനെതിരായി നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു. ഞാൻ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചുമ്മാ വീട്ടിലിരിക്കണം, അത് നടപ്പില്ല. നിങ്ങൾ അതേ പറയൂ. നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. സോഷ്യൽ മൊറാലിറ്റി വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് ആ മാന്യതയില്ല. നിന്റെ മറ്റവനുണ്ടായിരിക്കും മാന്യത, ആ ചെറ്റ പോലീസുകാർ. പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ്. ആ ക്രിമിനൽസിനെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല. തോന്നിയ ദിവസം പറഞ്ഞ കൊന്നുകളയുന്ന ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയുള്ളൂ. പണമാണ് നിങ്ങൾക്ക് വലുത്. ഭാര്യയുടെ കൈ മുറിച്ചാലും കഴുത്തറുത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല. അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പരാതിയില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല. നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ബെന്നിക്ക് കുഴപ്പം? ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണ നമ്പൂതിരെ ചീത്തയാക്കിയത്. പാലക്കാട്ട് പഠിക്കാൻ പോയി, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു. ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പന്റെ പണത്തിന്റെ ഊക്കുണ്ട്. ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല, വിട്ടു. പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത്.
പ്രായം തികഞ്ഞ പെണ്ണാണ് നീ. വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം. എടീ, അതിനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, പഠിപ്പിക്കുന്നത്. മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് നിന്നെ ഞാൻ നാട്ടിലയക്കും. അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ. എന്താണ് നീ പറഞ്ഞത്? പാതിരയ്ക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്താമല്ലോ ഞാനില്ലെങ്കിൽ. ജ്യോതി, കഴിഞ്ഞവണ ഞാൻ നിനക്കെന്ന കാശൂടെ വെച്ചിട്ട് പോയില്ലേ? എന്താ കാര്യം? എനിക്ക് ആവശ്യമില്ല എന്നിട്ട്. പിന്നെ നീ ഇവിടെ വന്ന് ആവശ്യത്തിന് നാവിലൊരു തെറിയും വരുന്നില്ലല്ലോ. ചക്കാത്തനാണ് നീ വന്നത്. പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഫീസ് മുതൽ കാശ് കൊടുക്കൂല, മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല, ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല. ബില്ല് ആര് കൊടുക്കൂല? ഓഫീസർ. അല്ലടി, ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല. പക്ഷെ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. വേണ്ട, സാറിന് പണം തരണമെന്നല്ലേ? അത്രേ ഉള്ളൂ, കൂടുതലും ഇല്ല കുറവില്ല. ഫിക്സഡ്. എന്നാൽ ആ കാശിന് സാറ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. സാരി എന്ന് വെച്ചാ പുടവ. ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം. ഞാൻ നിന്റെ നായനാവണം. കുടി കൊള്ളാമല്ലോടി. ഞാൻ കുടി നിർത്തിയ നിന്റെ ഭാഗം, അല്ലെങ്കിൽ അടിച്ചിന്റെ പല്ലി ഞാൻ കുടിച്ചാ പോവാം. കുടി നിർത്തിയോ? ഉപ്പ് ഇപ്പഴങ്ങ് എടുത്തു വെച്ചോളൂ. എടാ നാറി, സോറി തിരുമേനി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടവുള്ള. അതുകളാ. നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചുതരാം. കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം. ഷെഡി കയറി കിടന്നോളാം. പറ, എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ. എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട. കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ. മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിലിരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോകണ്ട, അവന്മാർ ഇവിടെ കൊണ്ടുതരും. എടി, നീ എനിക്ക് പ്രൊമോഷൻ ഇടാം. വേണ്ട സാർ. കാശാണ് സാറ് വിലമതിക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി? കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കിയിട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? അതിൽ കൂടുതൽ ദിവസവും 4 താടി പഠിച്ചു കൊടുത്താൽ അമ്പട്ടന് കിട്ടുമല്ലോ. അടിച്ചോളൂ. എന്ത് നിർത്തിക്കളഞ്ഞത്? ഈ ശരീരം ലാളിക്കുന്നതാ ചിലർക്കിഷ്ടം. തലോടാനാണ് പലർക്കും കൊതി. പക്ഷെ അവരുള്ള എനിക്കറിയാം, കാര്യം കഴിയുന്നവരേ ഉള്ളൂ. സാറെന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല. അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നിനക്കെന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണ് എന്നെ. അതിന്റെ ഹാങ് ഓവർ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കർ തുടങ്ങിയ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കാരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ. എങ്ങനെ ഉണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ?